ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് മൊയിനെ കറക്റ്റായിട്ട് എങ്ങനെ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണയായിട്ട് തന്നെ ഗപ്പികളുടെ ഗ്രോത്തിന്, അതായത് കുഞ്ഞു ഗപ്പികൾക്ക് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ആർട്ടിമി തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും ആർട്ടിമിയെ കൊടുക്കാൻ പറ്റണമെന്നില്ല, കാരണം അത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റില്ല. സോ അതിനൊരു കിടിലൻ റെമഡി ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫുഡാണ് മൊയിന. പക്ഷേ മൊയിന കൊടുക്കുമ്പോൾ തന്നെ മൊയിന ആർട്ടിമേക്കാളും കുറച്ച് വലിപ്പം കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ അത് നമ്മൾ കൊടുത്താലും അവർക്ക് കഴിക്കാൻ പറ്റണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സാധാരണ ചായയൊക്കെ ഇരിക്കുന്ന ഒരു അരിപ്പയാണ് കേട്ടോ, മൊയിനെ കോരിയെടുക്കാനായിട്ട്. അപ്പോൾ ആ അരിപ്പ് വെച്ചിട്ട് മൊയിനെ ജസ്റ്റ് കോരിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ഗപ്പിയുടെ കുഞ്ഞുങ്ങളുള്ള, ഇതിപ്പോൾ ഇന്ന് പ്രസവിച്ചിറങ്ങിയ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഈ കുഞ്ഞുങ്ങളുടെ ടാങ്കിൽ ജസ്റ്റ് ആ അരിപ്പ മുക്കി ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് ഷേക്ക് ചെയ്യുക. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ മൊയിനയുടെ കുട്ടികൾ മാത്രം അതിൻ്റെ ഉള്ളിൽ നിന്ന് അരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരും. ഇപ്പോൾ അരിപ്പ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാ മൊയിനുകളും ഒരുമിച്ച് നമ്മൾ ടാങ്കിലേക്ക് ഇറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ വലിയ മൊയിനുകളെ ഇവർക്ക് കഴിക്കാൻ പറ്റണമെന്നില്ല. സോ ഈ വലിയ മൊയിനുകൾ 1-2 ദിവസത്തിനുള്ളിൽ ടാങ്കിൽ കിടന്ന് ചത്തുപോകാനായിട്ട് ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ വാട്ടറിൻ്റെ കണ്ടീഷനും പെട്ടെന്ന് തന്നെ മോശമാവും. നമ്മുടെ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ ഈ ട്രിക്കൊന്നും എല്ലാവരും പരീക്ഷിച്ച് വെക്കുക. അപ്പോൾ അതുപോലെ തന്നെ ബാക്കി ഇവർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള വലിയ മീനുകളെ നമുക്ക് ഇതുപോലെ വലിയ ടാങ്കിലേക്ക് റിലീസ് ചെയ്യാം, വലിയ മീനുകൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കാം. സോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.